ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ സെബാൻ്റെ തട്ടുകടയിൽ നിന്ന് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഏട്ടൻ റൂമിലേക്ക് കുറച്ച് ബീഫ് ഫ്രൈ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അവിടെ ഇരുന്ന് തട്ടിയായിരുന്നു. ഞാൻ ആ സമയത്ത് ഒന്ന് ഉറങ്ങി കേട്ടോ, കാരണം നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നിട്ട് ഞാനൊരു തരി പോലും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് രണ്ടുപേർക്കും വലിയ കാര്യമായിട്ട് കഴിക്കണമെന്നൊന്നും ആഗ്രഹമില്ല. പിന്നെ എന്ത് വേണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ പനീർ ബട്ടർ മസാലയും കപ്പയുമാണ് കേട്ടോ പറഞ്ഞത്. സംഗതി അടിപൊളി, നല്ല കോമ്പിനേഷനാണ് കേട്ടോ. കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇത്ര നല്ലൊരു കോമ്പിനേഷനാണത് മനസ്സിലാവും. കപ്പ സാധാരണ നമ്മൾ മീൻകറിയൊക്കെ ആയിട്ടാണല്ലോ കഴിക്കാറ്. ഈ വെജിറ്റേറിയൻ ആയതുകൊണ്ടിട്ട് കുറച്ച് ദിവസത്തേക്ക് ഉള്ളൂ കേട്ടോ. എന്നാലും പനീർ ബട്ടർ മസാലയും നമ്മുടെ കപ്പയും കൂടി അടിപൊളി കോമ്പിനേഷനായിരുന്നു. ഇച്ചിരി കളർ കൂടിപ്പോയോ എന്ന് എനിക്കൊരു സംശയം തോന്നി. എന്നാലും അടിപൊളിയായിരുന്നു ഫുഡൊക്കെ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇവർ ബീഫ് ഫ്രൈയും ചിക്കൻ കറിയൊക്കെയാണ് മേടിച്ചത്, പൊറോട്ട. പിന്നെ അത് അങ്ങനെ ഇരുന്ന് കഴിച്ചു. ഇപ്പം ഇത് നമ്മൾ കാണുമ്പോൾ കടയിലോട്ട് കയറുമ്പോൾ നമ്മൾ ഓർക്കും ഈ ഒരു സ്പേസേ ഉള്ളൂ എന്ന് വിചാരിക്കും കേട്ടോ. പക്ഷേ ഈ ഒരു സ്പേസ് അല്ല, ബാക്കിലായിട്ട് കുറച്ചധികം സ്ഥലമുണ്ട്. അവിടെ ആളുകൾക്കൊക്കെ ഓപ്പൺ ഏരിയയാണ്, അവിടെ ഇരുന്ന് കഴിക്കാം. അതുപോലെ തന്നെ തൊട്ടിപ്പുറത്ത് പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഞങ്ങൾക്കറിയില്ലായിരുന്നു, ഞങ്ങൾ കുറച്ച് മുന്നിൽ കൊണ്ടുപോയിട്ട് കാറൊക്കെ പാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കയറി ഇരുന്ന് കഴിഞ്ഞ് ഫുഡ് കഴിച്ച് കൈ കഴുകാൻ പോയപ്പോഴാണ് പുറകിൽ ഇങ്ങനൊരു സ്പേസ് ഉണ്ടെന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ അത് ഭക്ഷണം കഴിക്കുന്ന കാഴ്ചയാണിത്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, റീസണബിൾ റേറ്റ് ആണ്, അടിപൊളിയാണ് ഇത് കേട്ടോ. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല, നല്ല നീറ്റും ഒക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം.